നമുക്ക് കാര്യങ്ങൾ ഇവിടെ തന്നെ തീർക്കാം. ഇത് വില്ലേജ് ഓഫീസാണ് സങ്കല്പിക്കുക. വക്കീലാണ് ഇപ്പൊ വില്ലേജ് ഓഫീസർ. എങ്ങനെ എങ്ങനെ അയ്യോ സാറ് സങ്കല്പിക്കാനാണ് ഞാൻ പറഞ്ഞത്. വക്കീലാണ് വില്ലേജ് ഓഫീസർ. സാറ് ഒന്ന് മാറി നിന്ന് ഒന്ന് കണ്ടുനോക്ക്. കാണാം. വക്കീലേ എന്താണ്? ഇങ്ങോട്ട് വാ. അതെ മേശ ഇപ്പൊ ശരിയാക്കി തരാം. ഇതാണ് വക്കീൽ ഓഫീസിന്റെ കസേര. ഇരുന്നോ. ഫയലൊക്കെ ഇതിന്റെ പുറത്തുണ്ട്. അപ്പൊ ഇതാണ് വില്ലേജ് ഓഫീസർ. വില്ലേജ് ഓഫീസറെ കാണാൻ ഒരാള് വരികയാണ്. ഒരു ശശാങ്കൻ, അതാണ് അയാളുടെ പേര്. ഞാനാണ് ശശാങ്കൻ. ഓക്കെ ശരി. ഞാൻ ഒരു അപേക്ഷയുമായിട്ട് വരികയാണേ. റെഡി ആയിക്കോളൂ. റെഡിയല്ലേ? പറഞ്ഞോളൂ. നമസ്കാരം സാർ. നമസ്കാരം. എന്താണ് പേര്? എന്റെ പേര് ശശാങ്കൻ. അച്ഛന്റെ പേര്? അല്ല, അച്ഛന്റെ പേരോ? അയ്യോ, അതിനൊന്നും ഇവിടെ ഒരു പ്രസക്തി ഇല്ല വക്കീലേ. മനസ്സിലായില്ലേ? അതെ, എനിക്ക് വേണ്ടത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ആണ്. അതിന് എഴുതി തന്നാ മതി. ശരി. എങ്കിൽ എത്ര വയസ്സായി? എന്തോന്ന് കല്യാണാലോചന? വക്കീൽ, ഇത് കോടതിയല്ല. പേരും നാളും പാരമ്പര്യവും ജാതിയൊക്കെ ചോദിക്കായി. അതെ, ഈ വില്ലേജ് ഓഫീസിൽ വേണ്ടത് രേഖകളാണ്. അത് അവൾക്ക് അറിയില്ലല്ലോ. അവൾ വെറും വക്കീലല്ലേ ഉത്തമ. ഇപ്പൊ കാര്യം പിടിയിട്ടല്ലോ. ഞാൻ വീണ്ടും പഴയ ശശാങ്കനായി. ഇന്ന് മുഴുവൻ ആവേണ്ടി വരും. നമസ്കാരം സാർ. എനിക്കൊരു പൊസഷൻ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഇതാ അപേക്ഷ. ശരി, നാളെ വരും, തന്നേക്കാം. അങ്ങനെ നാളെ വരുമ്പോ കൊടുക്കാൻ മുറുക്കാൻ കടയോ? അല്ല സാറേ. വക്കീലെ, അങ്ങനെ നാളെ വരാൻ പറഞ്ഞാ പോരാ. കൊണ്ടുവന്ന രേഖകൾ നമ്മൾ പരിശോധിക്കണം. ഉദാഹരണത്തിന് പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ആധാരത്തിന്റെ ഒറിജിനലും ഒരു കോപ്പിയും കരമടച്ച രസീതുമാണ് വേണ്ടത്, അല്ലേ? ആയിക്കോട്ടെ. ഈ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് സാർ. എങ്കിൽ പോയിട്ട് നാളെ വരൂ, സർട്ടിഫിക്കറ്റ് തരാം. ഇവൾ എന്ത് പറഞ്ഞാലും നാളെ പറയുന്നത് എന്താ ലോട്ടറി കച്ചവടോ? സാർ, ഈ രേഖകൾ പരിശോധിക്കൂ. കാരണം ആധാരത്തിന്റെ ഒറിജിനൽ എനിക്ക് ഇവിടെ തന്നിട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒറിജിനലും കോപ്പിയും മുഴുവൻ നോക്കി ഈ കോപ്പി ഒറിജിനലിന്റേത് തന്നതാണെന്ന് ഉറപ്പിക്കണം. ഇത് മുഴുവനും ഞാൻ വായിച്ചു നോക്കണം? വേണ്ട, പകുതി വായിച്ചാ മതി. ബാക്കി നിന്റെ അച്ഛൻ വന്ന് വായിച്ചു തരും. ഉത്തമ, ഓഫീസറോട് മിണ്ടായിരിക്കാൻ പറഞ്ഞോളൂ. ഇനി ഒരു പ്രാവശ്യം എന്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ മത്സരം ചെയ്യാൻ ഇറങ്ങി പോട്ടോ. അല്ല വക്കീലെ, വേണ്ട അവിടെ ഇരിക്കവിടെ. സാറേ, അപ്പൊ ഈ രേഖകളൊക്കെ പരിശോധിച്ചിട്ട് ശരിയാണെന്ന് കണ്ടാൽ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അയ്യോ, അങ്ങനെ കൊടുക്കാൻ പറ്റൂല. ഇനി പോയി ഈ ബന്ധപ്പെട്ട സ്ഥലം പരിശോധിക്കണം. അത് ഈ നേരിട്ട് പോയി ബോധ്യപ്പെടണമെന്നാണ് ചട്ടം. പോവാം. എന്താ പ്രശ്നം? പോലോ. പ്രശ്നമൊന്നുമില്ല. അതെ, ഇതുപോലത്തെ അപേക്ഷകൾ ശരാശരി 15 വരെ ഒരു ദിവസം. അതുകൂടാതെ വരുമാന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് തുടങ്ങി 100 കൂട്ടം സർട്ടിഫിക്കറ്റിന് അപേക്ഷകൾ. അത് കഴിഞ്ഞ് പോക്കുവരവിനുള്ള അപേക്ഷകൾ. വില്ലേജ് ഓഫീസിലെ രജിസ്റ്റർ മുഴുവൻ പരിശോധിച്ച് കടുകിട തെറ്റാതെ വേണം ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാൻ. ഇല്ലെങ്കിൽ ശശാങ്കന്റെ സ്ഥലം മത്തായിക്കും, മത്തായിയുടെ സ്ഥലം സുലൈമാനും ഒക്കെ പോവും. സൂക്ഷിച്ചില്ലെങ്കിൽ അടിപിടിയാവും, കത്തിക്കുത്താവും, കേസാവും. മാത്രമല്ല വില്ലേജ് ഓഫീസറുടെ പണിയും പോവും. പിന്നെ നമ്മുടെ കയ്യിരിപ്പും ആ യോഗമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജയിലിലേക്ക് പോവാം. നമ്മൾ നേരിട്ട് താലൂക്കിൽ കൊടുക്കുന്ന സകല അപേക്ഷകളും തഹസീൽദാര് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിലാണ് അയക്കുന്നത്. അതൊക്കെ മുഴുവനും പരിശോധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ടും കൊടുക്കണം. പിടികിട്ടിയാ? ഇതൊക്കെ ഒരു വില്ലേജ് ഓഫീസർ തന്നെയാണ് ചെയ്യുന്നത്. പിന്നല്ലാതെ എന്റെ വക്കീല് ഒരു വില്ലേജ് ഓഫീസിൽ ഒരു വില്ലേജ് ഓഫീസറല്ലേ കാണൂ. എന്റെ വക്കീല് ഒരു പൗരനെ സംബന്ധിച്ച് ജനന മരണ കണക്കും കല്യാണ കണക്കും ഒഴിച്ചുള്ള സകലമാന സംഭവങ്ങളും വില്ലേജ് ഓഫീസിലാണ് ഇരിക്കുന്നത്. അത് വില്ലേജ് ഓഫീസറുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇത് ഇതുവരെയായിട്ട് വക്കീലിന് അറിഞ്ഞൂടാ? ഇപ്പൊ പിടികിട്ടിയ? ഇനി ഒരു മിനിറ്റ്, ഞാൻ അതാ വരുന്നത്. വില്ലേജ് ഓഫീസർ ഇവിടെ ഇരുന്നാണ്. അല്ലല്ല, വക്കീൽ ഇവിടെ ഇരുന്നേ. ഞാൻ അതാ വരുന്നേ. ഇതാ വരുന്നു. വക്കീലിന്റെ അഭിനയം കഴിഞ്ഞു.
സാറേ ഇനി സാർ ഒരു വക്കീലാണെന്ന് കരുതുക. അയ്യേ എന്ത് ഞാനാ? പിന്നെ ഒരിക്കലുമില്ല. വേറെ ഒരു പണിയും കിട്ടില്ലെങ്കിൽ ഞാൻ തെങ്ങിന്റെ മൂട് കളിക്കാൻ പോകും. പച്ച കള്ളം മാത്രം പറയുന്ന ഈ വക്കീല കാവലൊന്നും എന്നെ കിട്ടില്ല. സാറേ സാറേ ഇതൊരു സങ്കല്പമാണ്. സാറിപ്പോ ഒരു വക്കീലാണ്. പിടികിട്ടിയ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുരുകൻ വക്കീലിനോട് പറഞ്ഞായിരുന്നു. അയാൾക്ക് അയൽക്കാരനായ ഈ ഉറുമീസുമായിട്ടൊരു കേസുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ഇഞ്ചക്ഷൻ വേണം. ഇഞ്ചക്ഷൻ വേണേ കോടതിയിലല്ലോ പോകേണ്ടത്, അല്ല ആശുപത്രിയിലും പോകണം. കിടിക്കണത് സാറേ ഇത് മറ്റേ ഇഞ്ചക്ഷൻ അല്ല. ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക കാരണത്താൽ ഒരാൾ പ്രവേശിക്കരുതെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്നും പറഞ്ഞ് കോടതി നൽകുന്ന ഉത്തരവാണ് ഈ പറഞ്ഞ ഇഞ്ചക്ഷൻ. അതായിരുന്നോ? ഈ പറഞ്ഞ മുരുകന്റെ കേസിൽ എന്ത് ചെയ്യും? വക്കീലെ ഈ വക്കീല് കോടതി കയറിയാൽ അന്ന് അവിടെ ചോരയൊഴുകും. സാറേ മുരുകന്റെ അയൽക്കാരനായ ഉറുമീസ് മുരുകന്റെ സ്ഥലം കയ്യേറി മതില് കെട്ടാൻ വേണ്ടി പോവുകയാണ്. അതാണ് നമ്മൾ തടയേണ്ടത്. സാറ് കോടതി എന്ത് പറയും? സാറാണ് വക്കീൽ. അതായത് ഞാനാണ് മുരുകൻ. എനിക്ക് സാധിച്ചു. കൊള്ളാം. ഇതൊക്കെ ഇവിടുന്ന് പഠിച്ച സിനിമയെന്ന് ഈ നിൽക്കുന്ന എന്റെ കക്ഷിയായ മുരുകൻ പറഞ്ഞൊക്കെ സത്യമാണ്. കലക്കി അത് കൊള്ളാം. അയൽക്കാരനായ ഉറുമീസ് വെറും തെണ്ടിയും ചെറ്റയും അലവിലാതിയും കാണിക്കുന്നവനാണ്. അതുകൊണ്ട് അടിപൊളിയായിരിക്കും. കേസ് വാദിച്ച് വാദിക്കുന്ന വക്കീല് ജയിലിൽ പോകുന്നത് ആദ്യത്തെ സംഭവമായിരിക്കും. എന്തിന്? നന്നായി. എന്റെ സാറേ കോടതിയിൽ ഈ പറഞ്ഞ സൈസ് വർത്താനൊന്നും പറയാൻ പറ്റൂല. അതെ, അവര് തൂക്കിക്കൊല്ലാൻ മതിക്കും. വളരെ മാന്യമായ രീതിയിൽ വേണം നമ്മൾ സംസാരിക്കാൻ. ശരി, ഒന്നുകൂടെ കൂട്ടില്ലേ? കൂട്ടുകാർ ശരി, വാദിച്ചോ. യുവർ ഓണർ, അതൊക്കെ ഓക്കെ. ഉറുമീസ് കള്ളരേഖ ഉണ്ടാക്കി മുരുകന്റെ സ്ഥലം കയ്യേറി മതിൽ കെട്ടാൻ പോവുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് ഉറുമീസിനെ ഒതുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. സാരദ ഇപ്പൊ പറഞ്ഞില്ലേ ഇവിടെ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണമെന്ന്. അത് ബോധം കെടാനുള്ളതാണ്. എന്റെ സാറെ ഇങ്ങനെയൊന്നും പറഞ്ഞാ പോരാ. നിയമവും നിയമത്തിലെ വ്യവസ്ഥയും തലനാരിഴ കീറി വിശദീകരിച്ച് സാറിന്റെ ഭാഗത്താണ് ന്യായമെന്നുള്ളത് തെളിയിക്കണം. അത് മാത്രവുമല്ല ജഡ്ജിക്ക് അത് ബോധ്യപ്പെടണം. എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ജഡ്ജിക്ക് മനസ്സിലാവാൻ? ജഡ്ജി ഒരുപാട് പഠിച്ചിട്ടുള്ള ആളല്ലേ? പറയല്ലേ ഉത്തമ. എന്നച്ചോ ഞാൻ എങ്ങോട്ടിറങ്ങി പോവാൻ. സാറേ കോടതിയിലെ നടപടിക്രമങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. ആ സംഭവം വക്കീലായ നമ്മൾ ജഡ്ജിയോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോഴാണ് അദ്ദേഹത്തിനത് ബോധ്യമാവുന്നത്. പിടികിട്ടിയ വലിയ പാടാണ് സാറേ വക്കീല് പണി. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വക്കീലന്മാർക്ക് ഇത്രയധികം ബഹുമാനം കിട്ടുന്നത്. വക്കീലേ, അല്ല സാറിപ്പം വക്കീലല്ലോ, പോയല്ലോ, പറ്റൂലല്ലോ. ഇത് യഥാർത്ഥ വക്കീൽ. വക്കീലെ, യഥാർത്ഥ വക്കീൽ ഒന്ന് ഇവിടെ വരൂ, ഒന്ന് വരൂ പ്ലീസ്. നിങ്ങൾ രണ്ടുപേരും വളരെ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരും സമൂഹത്തിൽ വളരെ മാന്യമായ തൊഴിലുള്ളവരാണ്. നിങ്ങൾ ഉപദേശിക്കാൻ മാത്രം ഞാൻ ഈ നിമിഷം വരെ വളർന്നിട്ടില്ല. പക്ഷേ ഇന്നത്തെ നിങ്ങളുടെ ആ സൂക്കേട് കണ്ടോണ്ട് ഞാൻ പറയുകയാണ്. നിങ്ങളെയൊക്കെ സ്കൂളിലും കോളേജിലും വിട്ട ആ കാരണവന്മാരെയും പഠിപ്പിച്ച ആ സാറന്മാരെയും ജോലി തന്നവന്മാരെയും ഇങ്ങനെ നിരയായി നിരത്തി പ്ലാച്ചനം എന്നും പറഞ്ഞുകൊണ്ട് ചൂരലിനെ പടക്കനെ അടിക്കണം. സാറേ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ജോലിക്കും അതിന്റേതായിട്ടുള്ള മാന്യതയും പങ്കപ്പാടും ഒക്കെ ഉണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാത്ത നിങ്ങളെക്കാൾ ഭേദമാണ് നഴ്സറി പഠിക്കുന്ന കുട്ടികൾ. ഇറങ്ങുന്ന ഞാൻ കസേരയാട്ടി കളിച്ചോണ്ടിരുന്നില്ലേ? അയ്യോ, ഒരു കാര്യം മറന്നു സാറേ. ശശാങ്കന്റെ സ്ഥലം നോക്കണ്ട. സാർ ഇവിടുന്ന് സ്ഥലം മാറി പോയി കഴിയുമ്പോ വേറെ വില്ലേജ് ഓഫീസർ വരുമല്ലോ, അന്ന് മതി പൊസഷൻ സർട്ടിഫിക്കറ്റ്. അതുവരെ ശശാങ്കൻ അങ്ങനെ വേഴാമ്പലിനെ പോലെ കാത്തിരുന്നോളും.
പിന്നെ മുരുകന്റെ കാര്യം, ഒന്നുകിൽ മുരുകനോട് വേറെ വക്കീലെ നോക്കിയോളാം ഞാൻ പറയാം, അല്ലെങ്കിൽ ഉറുമീസ് അവിടെ മതില് കെട്ടുമ്പോ ദാണ്ടെ മുരുകനോട് ഇങ്ങനെ നോക്കി നിന്നോളാം പറയാം. വക്കീല് വാദിച്ചിട്ട് ഇഞ്ചക്ഷനും വേണ്ട, പാരസെറ്റമോളും വേണ്ട. വീണ്ടും ഞാൻ ഇറങ്ങുന്നു. കസേരകളി മുറയ്ക്ക് നടക്കട്ടെ. ഉത്തമം പറഞ്ഞതിൽ കാര്യമുണ്ടോ? കാര്യം ഉണ്ടാകുമായിരിക്കുമോ? മോഹനേട്ടന്റെ ജോലി ശരിക്കും പാടാണല്ലേ. ഞാൻ ഇത്രയൊന്നും കരുതിയില്ല. നിന്റെ കാര്യമോ? അതിനിടയ്ക്ക് നിനക്ക് വീട്ടു ജോലിയും ചെയ്യാനുള്ളല്ലേ? ഭയങ്കര പാട് തന്നെയല്ലേ? ഇച്ചിരി. പക്ഷെ സാരമില്ല, ഒക്കെ നമുക്ക് വേണ്ടിയല്ലേ. പിന്നെ അല്ലാതെ. അപ്പോ ആരാ കൂടുതൽ കഷ്ടപ്പെടുന്നത്? നമ്മൾ. എല്ലാ തൊഴിലിനും അതിന്റേതായ അന്തസ്സും അതുപോലെ കഷ്ടപ്പാടും ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. തന്റെ തൊഴിലാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നും തന്റെ കാഴ്ചപ്പാടുകൾ മറ്റുള്ളവർക്കില്ല എന്നും കരുതുന്നവർ ജീവിക്കുന്നത് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. എന്തായാലും ഇന്നൊരു ദിവസം കൊണ്ട് മോഹനകൃഷ്ണനും സത്യഭാമയും അത്തരം ധാരണകൾ മാറ്റുമെന്ന് പ്രതീക്ഷിക്കാം. വില്ലേജ് ഓഫീസറുടെയും വക്കീലിന്റെയും കുടുംബജീവിതത്തിലെ അത്ഭുതകരമായ മറ്റൊരു കഥയുമായി കാര്യം നിസ്സാരം നാളെ രാത്രി 9 മണിക്ക്.